നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷപരമായി ചില നക്ഷത്രക്കാരുടെ അനുകൂലമായ സമയം എത്തിച്ചേർന്നിരിക്കുന്നു. ഓരോ ദിവസവും ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ പരിഗണന ലഭിക്കാറുണ്ട്. ദിവസഫലവും മാസഫലവും വർഷഫലവുമൊക്കെ നമ്മൾ കണക്കുകൂട്ടാറുണ്ട്. ഓരോ നിമിഷവും ജാതകത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അനുകൂലമായ ഫലങ്ങളും ചിലപ്പോൾ പ്രതികൂലമായ ഫലങ്ങളും പ്രവചിക്കാറുണ്ട്. പ്രവചനങ്ങൾ അങ്ങനെയാണ്. ജ്യോതിഷപരമായി അവരുടെ ഏറ്റവും നല്ല സമയത്ത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കും. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങളും ഇതിലൂടെ വന്നു ചേരും. പ്രത്യേകിച്ചും സന്തോഷവും സമാധാനവുമാണ് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത്. പല വിധത്തിലുള്ള അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്നതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന അവസ്ഥകളും നിലയും വിലയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായും സാമൂഹികപരമായും കുടുംബപരമായും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേർന്ന് ഇരിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. മിന്നുന്ന വിജയവും മിന്നുന്ന പ്രകടനവും കാഴ്ചവെച്ചുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ, ചില രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി അവരുടെ മനസ്സിന് പിടിച്ചുലയ്ക്കുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സമാധാനം ഒട്ടുമില്ലാതെ ഇനി ജീവിതത്തിൽ എങ്ങോട്ട് എന്ന് പകച്ചു നിൽക്കുന്ന അവസ്ഥകളൊക്കെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. പെട്ടെന്നുള്ള മാറ്റം എന്ന് പറയുന്നത് അനുകൂലമായ ഘടകങ്ങൾ അവർക്ക് സംഭവിക്കുന്നു. അതിലൂടെ ആദ്യം എത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനസമാധാനം. ഇതുവരെ സമാധാനപൂർണമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നാണ് സമാധാനപൂർണമായ ഒരു അവസ്ഥകൾ, മനസ്സിന് ഒരു ശാന്തി ലഭിക്കുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി ലഭിക്കുന്നു. ഇതുവരെ പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ പല വാർത്തകളും സംഭവങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയും ജീവിതം കരകയറാൻ പോകും, രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു, മനസ്സിന് ഒരു ആത്മവിശ്വാസം ഏറി നിൽക്കുന്ന ഒരു സമയം, ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു സമയമാണ്. ഇതിലൂടെ അവരുടെ ജീവിതം രക്ഷപ്പെടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചുയരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ഇഷ്ട വഴിപാടുകൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സംഗതികളാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഭരണി നക്ഷത്രക്കാർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് വെറ്റിലമാല വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ പ്രതിസന്ധികൾ, വിഘ്നങ്ങളൊക്കെ മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് സാധിക്കും. മഹാവിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. പല വിധത്തില് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനം, എല്ലാ വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ
ലഭ്യമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഹാവിജയം തന്നെയാണ് ഇവർക്കുണ്ടാക്കുന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും വീടെന്നൊരു സ്വപ്നം അവരുടെ മനസ്സിൽ ആത്മവിശ്വാസത്തോടുകൂടി പൂണിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് മോദകം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നുള്ള ഒരു മോചനമാണ് ലഭിക്കുന്നത്. വളരെ നാളുകളായി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതായത് അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ, പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു സമയം എന്ന് പറയുന്നത് ശാരീരിക അസ്വസ്ഥതകൾക്ക് മാറി ശരീര സുഖം ലഭിക്കുന്ന, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. സാമ്പത്തിക അഭിവൃദ്ധി നേടും. മികച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. കുടുംബപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യം, മഹാവിജയം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യ ഫലദായകമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഐശ്വര്യലബ്ധി പോലും ഇവർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സമയം. ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരം. കോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ കോടികൾ നാളെ തന്നെ അവരുടെ കൈകളിലേക്ക് വരണമെന്നില്ല. പക്ഷെ സാമ്പത്തിക സ്രോതസ്സുകൾ, വരുമാന മാർഗങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുത്താം. അതിലൂടെ കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലി ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ വലിയ വരുമാന വർധനവ് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വന്നു ചേരുക ഇത്യാദി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് പാൽപായസ നിവേദ്യം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വളരെ മോശമായ അവസ്ഥകൾ, മാനസിക വ്യതകൾ, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥകൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു സമയത്തിൽ പ്രത്യാശയോടുകൂടി പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് അവരുടെ പ്രാരാബ്ദങ്ങളൊക്കെ മാറുന്ന, കടങ്ങളൊക്കെ മാറുന്ന, ജീവിതത്തിൽ അസുലഭമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരും. മികച്ച അവസരങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന അവസ്ഥകൾ ഉണ്ടാകും. മഹാവിജയം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. സാമ്പത്തിക അഭിവൃദ്ധി, മികച്ച വരുമാനം, ഈ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും മികച്ച അവസരങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ഐശ്വര്യലബ്ധി, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് വിദേശവാസത്തിന്, വിദേശ യാത്രയ്ക്ക്, വിദേശത്ത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനും ഐശ്വര്യ സമൃദ്ധിയൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മികച്ച വിജയം, മഹാ ഐശ്വര്യം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് മഹാവിജയം ഇവരുടെ കൂടെ വന്നു ചേരുന്നു. ഈശ്വരാനുഗ്രഹത്തിലൂടെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന, പ്രത്യേകിച്ചും ഇവർക്ക് കുബേര യോഗം തന്നെ ലഭിക്കുന്ന, കുബേരനെ പോലെ സമ്പത്ത് വന്നു ചേരുന്ന, അളവറ്റ സമ്പത്ത് ഇവരുടെ കൂടെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. മഹാവിജയവും മഹാ ഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഐശ്വര്യദായകമായ ഫലങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഐശ്വര്യ നേട്ടങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പിൻവിളക്കും ജലധാരയും വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാവിജയം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നല്ല ഗുണങ്ങൾ വന്നു ചേർന്ന, ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിത വിജയം നേടുന്നതിനും ഐശ്വര്യ ഫലദായകമായ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ആയില്യം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുകയും
ജീവിതത്തിൽ മഹാവിജയം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാവിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യ ഫലദായകമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നു. ഒട്ടേറെ ഉന്നതികൾ ഉണ്ടാകുന്നു. തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മഹാവിജയം, മഹാഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. എല്ലാ വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വലിയ ഗുണങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. രാജകീയ പ്രൗഢിയോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യഫലദായകമായ ഫലങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക വിജയമൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.